ഹായ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. സനം വ്ളോഗിൻ്റെ കുഞ്ഞു വിശേഷം കാണാം. നേരത്തിന് നോമ്പിന് വിശേഷമായിട്ടാണ് അതിന് ഞാൻ പെട്ടെന്നാണ് ഇപ്പോൾ ഭയങ്കര വ്ളോഗ് ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോൾ നോമ്പ് നമുക്ക് എന്തായാലും അൽഹംദുലില്ലാ തീരാറായില്ല. അൽഹംദുലില്ലാ ഇന്നത്തേക്കും അത് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ സന്തോഷത്തോടെ നോമ്പ് ചെയ്യാനായി. ഇനും എല്ലാവരുടെയും ദുആ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വേണം. അപ്പോൾ ഇത് വെച്ചാൽ ക്യാബേജില്ലാന്ന് കേട്ടോ. ഞാൻ ഇന്ന് പക്ക അടിപൊളി ടേസ്റ്റിയായ ക്യാബേജ് ചെറിയതായ ഉള്ളി കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ക്യാബേജിനെ ചെറുതായി മുറിച്ചിട്ട് അതുപോലെ തന്നെ പക്കുവട ഉണ്ടാക്കുന്നത് പോലെ ചെയ്തിട്ട് അതിനെ നമ്മൾ പക്കുവട ചെയ്യുന്ന പോലെ തന്നെ എണ്ണയിലിട്ട് പൊറുകി എന്തൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഇപ്പോൾ 2 ദിവസത്തെ ഇതിലുണ്ട്. 2 ദിവസം നോമ്പ് തുറൻ്റെ വിശേഷം. നോമ്പ് തുറൻ്റെയും ഒരു ദിവസം നോമ്പ് തുറഞ്ഞ് പിറ്റേ ദിവസത്തെ പിന്നെ എങ്ങനെ ഉണ്ടാക്കി കറിയും. പിന്നെ ഇത് ഞാനിപ്പോൾ മോള് നോമ്പോക്കിയത് കൊണ്ട് സമൂസ അങ്ങനെ 2-3 ഐറ്റംസ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. മോള് നോമ്പോക്കിയ ദിവസം മാത്രം ഇങ്ങനെ ഉണ്ടാക്കും. കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് മാത്രമേ ഞാൻ ഉണ്ടാക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്, നല്ലോണം ടയേർഡാവുന്നുണ്ട് നമുക്ക്. പിന്നെ പെരുന്നാളൊന്നും ഞാനൊന്നും അപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മോള് പറഞ്ഞോണ്ടുണ്ടായിരുന്നു. ഇത് ചെറുപയർ കറിയാണ്. കുക്കർ വിസിലിട്ടിട്ട് ചെറുപയർ കറി ഉണ്ടാക്കിയായിരുന്നു അങ്ങോട്ട് ഉണ്ടാകട്ടോ. അപ്പോൾ ചായയെല്ലാം ഉണ്ടായി. പിന്നെ ഇത് ഞാൻ പിറ്റേ ദിവസത്തെ നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഞാൻ പാരമീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാരമീനാണ് ഞാൻ കറി വെച്ചത്. പരച്ചമുളും അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, അതിലേക്ക് പുളി, പിന്നെ തക്കാളി, നീരുള്ളിയെല്ലാം ഇട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മീൻ, അതുപോലെ പുളി, പിന്നെ എല്ലാം ഇട്ട് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതുപോലെ എണ്ണ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളക്കാൻ വെക്കുക. അടിപൊളി ടേസ്റ്റിയായ കറിയാണ് കേട്ടോ ഇത്. ഞാനിങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറ് കറി. നല്ലൊരു ടേസ്റ്റിയായ നമുക്ക് കിട്ടുന്നുണ്ട്. മുളക് തിളച്ചതിന് ശേഷമല്ല, മീനെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അടുപ്പത്ത് വെക്കാറ്. പിന്നെ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് 4 പീസ് വെച്ചിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊരിക്കുന്ന സമയത്ത് ഇത് ഞാൻ കോരി എടുക്കുന്നതാണ് കേട്ടോ. പക്ഷെ തവയിൽ അങ്ങനെ മാറ്റി വെക്കുന്നത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തിരി ഉണ്ടാക്കിയിരുന്നത്. ഞാൻ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ടയർഡായിട്ട് അങ്ങനെ പോയിട്ട് വരുന്നത് ഞാൻ ഡ്രസ്സ് എടുത്തോട്ടാ. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഡ്രസ്സ് എടുത്തു. അതുപോലെ തന്നെ ഇത് കറി നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. നല്ലതുപോലെ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് മസാലേൻ്റെ കൂടെ. അപ്പോൾ നല്ലതുപോലെ ഞാൻ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കറീൻ്റെ മീൻ വേണ്ട, ഇതിൻ്റെ മീൻ പൊരിച്ചത് മാത്രം മതിയെന്ന്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോമ്പിന് മീൻ കറി കൂട്ടി നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കോഴിക്കറി ഭയങ്കര റേറ്റ് ആവുന്നുണ്ട്. 3 റേറ്റാണ് കോഴിക്ക്. മീനാണെങ്കിൽ അതിനേക്കാളും റേറ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, ബൈ ബൈ.